ഇക്കഴിഞ്ഞ ഏപ്രിൽ 22-ന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം 26 ഇന്ത്യക്കാരുടെ ജീവനെടുത്ത ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച തലച്ചോറ് അഥവാ ആ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ കേരളം ഉൾപ്പെടെ പഠനാവശ്യങ്ങൾക്കായി സന്ദർശിച്ചിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ പുറത്തുവിടുകയാണ്. ഷേഖ് സജാദ് ഗുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കാശ്മീരി ഭീകരനാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 ഇന്ത്യക്കാരുടെ രക്തത്തിന് കാരണക്കാർ. ആ ഭീകരവാദി കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പഠിച്ചത് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. ഇയാളുടെ ഭീകര സംഘടനയും ഇയാളും ചേർന്നാണ് 2020 മുതൽ 2025 വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിൽ നിരവധി ഭീകരാക്രമണങ്ങൾ കശ്മീരിൽ നടത്തിയത്. ലഷ്കർ-ഇ-തോയ്ബയുടെ രക്ഷകർത്തത്തിൽ പ്രവർത്തിക്കുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ തലവനാണ് ഈ ഷെയ്ഖ് സജാദ് ഗുൽ. ഈ 50 വയസ്സുകാരനായ കശ്മീരി ഭീകരൻ ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെ കശ്മീരിലാണെങ്കിലും കൂറ് പാകിസ്ഥാനോടാണ്. ശ്രീനഗറിൽ കോളേജ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇയാൾ ബംഗളൂരുവിലേക്ക് ഒരു MBA പഠനത്തിനായി എത്തിയതായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം അതിനുശേഷം ആ MBA പഠനത്തിന് ശേഷം കേരളത്തിലാണ് ഇയാൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരം. അതിനുശേഷം കശ്മീരിലേക്ക് തിരികെ എത്തി ഒരു ഡയഗ്നോസ്റ്റിക് ലാബ് ആരംഭിച്ച ഈ ഷെയ്ഖ് സജാദ് ഗുൽ പിന്നീട് ആ ഡയഗ്നോസ്റ്റിക് ലാബിൻ്റെ മറവിൽ വലിയ തോതിൽ ഭീകര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തുടങ്ങി. 2002-ൽ ഇയാൾക്ക് ഒരു പൂട്ട് വീഴുകയുണ്ടായി. ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 കിലോ RDXുമായാണ് അന്ന് അയാൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെ പിടിയിലാവുന്നത്. തുടർന്ന് 2003-ൽ തന്നെ ഇയാൾക്ക് 10 വർഷം കഠിന തടവ് ശിക്ഷ വിധിക്കുകയുണ്ടായി. തുടർന്ന് 2017-ൽ ജയിൽ മോചിതനായ ഈ സജാദ് ഗുൽ പിന്നീട് പാകിസ്ഥാനിലേക്ക് നാടുകടയുകയും അവിടെ നിന്നും തിരികെ 2019-ൽ കാശ്മീരിൽ തിരികെ എത്തുന്നത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ലഷ്കർ-ഇ-തോയ്ബയുടെ പുതിയ മുഖമായ ഭീകര സംഘടനയുമായാണ്. നിരവധി കശ്മീരി യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത ഈ സംഘടനയുടെ ഭാഗമാക്കാൻ ഈ ഭീകരന് ഇതിനോടകം സാധിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി നിരവധി ഭീകരാക്രമണങ്ങൾ 2020 മുതൽ 2025 വരെ ഈ സംഘടനയുടെ കാരണമായി ഉണ്ടായിക്കഴിഞ്ഞു. എന്തായാലും NIA 10 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട ഈ ഭീകരൻ ഇപ്പോഴും കാണാമറയത്താണ് എന്നത് ഓരോ ഇന്ത്യക്കാരനും വേദന ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷവും ഈ ഘട്ടത്തിൽ മൂർച്ഛിക്കുകയാണ്. കശ്മീരിൽ നടന്ന ദാരുണമായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 9-ലേറെ ഭീകര കേന്ദ്രങ്ങളാണ് പാകിസ്ഥാനിൽ തകർത്തെറിഞ്ഞത്. ഇതിന് മറുപടി എന്നോണം ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത ജനവാസ മേഖലയിലേക്കുള്ള ആക്രമണമാണ് കശ്മീരിൽ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ഇന്ത്യക്കാർ ഇതിനോടകം ഈ ഭീകരാക്രമണത്തിൽ ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള മോർട്ടാർ ഷെൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ ലോകരാഷ്ട്രങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും ഈ ദാരുണമായ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി അത് കൃത്യമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു.